السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മുടെ റീഹുൽ മദീന മജ്ലിസ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. നല്ല കാര്യത്തിൻ്റെ മേൽ പരസ്പരം നിങ്ങൾ സഹകരിക്കുക, തെറ്റായ കാര്യത്തിൻ്റെ മേൽ, അനീതിയുടെ മേൽ നിങ്ങൾ സഹകരിക്കാതിരിക്കുക. എല്ലാ അമല് ചെയ്യുമ്പോഴും നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നിയ്യത്തുകളാണ്, ഇഖ്ലാസാണ്, ഈമാനാണ് വേണ്ടത്. ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ആ പരീക്ഷണത്തിൻ്റെ ലോകത്ത് നാം ഈമാനികമായ ശക്തി ഉപയോഗിച്ച്, ഇഖ്ലാസാകുന്ന ശക്തി ഉപയോഗിച്ച്, മനക്കരുത്താകുന്ന ശക്തി ഉപയോഗിച്ച് എല്ലാ പരീക്ഷണങ്ങളെയും നേരിടണം. രോഗങ്ങളുണ്ടാകാം, പേടികളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, ഉറ്റവർ ഉടയവരുടെ വേർപാടുകളുണ്ടാകാം, ദാരിദ്ര്യങ്ങളുണ്ടാകാം, ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അവിടെയെല്ലാം മനസ്സ് തകരാതെ, മനസ്സ് പൊട്ടാതെ നാം ഈമാനികമായ ഇഖ്ലാസാകുന്ന, തഖ്വയാകുന്ന, മനക്കരുത്താകുന്ന ധീരതയോടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഓർമ്മ വരികയാണ്. ഒരു മനുഷ്യനെ അല്ലാഹു തആല നല്ലത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യനെ നന്നാക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, ഒരു മനുഷ്യനെ സ്വർഗത്തിൻ്റെ അഹിലക്കാരിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, അവൻ്റെ ഈമാനിൻ്റെയും തഖ്വയുടെയും ഖദറനുസരിച്ച് അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടല്ലേ ഒരു കവി പാടിയത്, അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനെപ്പറ്റി ഞാൻ അത്ഭുതപ്പെടുകയാണ്. എത്രയെത്ര സ്വാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യന്മാരാണ് അല്ലാഹു തആല ദുനിയാവിൽ ഫക്കീറാക്കി കളയുന്നത്. അതേസമയത്ത് ധിക്കാരികളായ റബ്ബിനിക്ക് ഒരു വക്ത് പോലും സുജൂദ് ചെയ്യാത്ത, ശുക്ർ ചെയ്യാത്ത എത്രയെത്ര ധിക്കാരികളെയാണ് അല്ലാഹു തആല ദുനിയാവിൽ വലിയ വലിയ സമ്പത്തുകൾ കൊടുത്ത് പണക്കാരാക്കി കളയുന്നത് എന്ന് ഒരു മഹാൻ പാടിയതുപോലെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിൻ്റെ കടമ്പുകൾ കടന്നവർ അമ്പിയാക്കന്മാരാണ്. പിന്നെ അതിൻ്റെ ശേഷമുള്ള ഔലിയാക്കന്മാർ, പിന്നെ അതിൻ്റെ ശേഷമുള്ള മുഅ്മിനീങ്ങൾ അവരുടെ ഈമാനിൻ്റെ ഖദറിനനുസരിച്ചുകൊണ്ട് റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ മറികടന്നവരാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശദ്ദുൽ ഇബ്തിലാ, ഏറ്റവും ശക്തമായ പരീക്ഷണം നേരിട്ടവർ അമ്പിയാക്കന്മാരാണ്. ഫല്ലംസലു, പിന്നെ അതിൻ്റെ ശേഷം അവരോടടുത്തവർ, പിന്നെ അതിൻ്റെ ശേഷം അവരോടടുത്തവർ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനേക്ക് ധാരാളം ഖുർആനിൽ ചില അമ്പിയാക്കന്മാരുടെ പേരെടുത്തുകൊണ്ട് തന്നെ സൂറത്ത് അല്ലാഹു തആല ഇറക്കിയതായി കാണാം. സൂറത്ത് യൂസുഫ്,
യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ ഭംഗിയുള്ള ആളാണ്. അവിടുത്തെ ചരിത്രം നിങ്ങളൊക്കെ കേട്ടവരാണ്. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളാണ് നേരിട്ടത്. കിണറ്റിൽ കൊണ്ടുപോയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട ചരിത്രങ്ങളെല്ലാം നിങ്ങൾ കേട്ടവരാണ്. സുലൈഖ ബീബിയുമായിട്ടുള്ള ചരിത്രങ്ങളിൽ നിന്ന് അവിടെ അത്ഭുതകരമായി ആ ഒരു തെറ്റായ കാര്യത്തിൽ വീഴാതെ രക്ഷപ്പെട്ട പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൂഫാനാകുന്ന പ്രളയം, ആ പ്രളയത്തിൽ കപ്പൽ കൊണ്ട് രക്ഷപ്പെട്ട ചരിത്രം, യൂനുസ് നബി അലൈഹിസ്സലാം മീന് വിഴുങ്ങി കടലിൽ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലും മകനെ അറുത്ത ചരിത്രങ്ങളും, ഹാജറ ഉമ്മ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുട്ടിയെ ആരുമില്ലാത്ത കഅബയുടെ പരിസരത്ത് വിട്ടുപോയി, തുടങ്ങിയ പരീക്ഷണങ്ങൾ, അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട ഒരുപാട് പരീക്ഷണങ്ങൾ. അതുകൊണ്ടാണ് ഖുർആനിൽ സൂറത്ത് യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂനുസ് അമ്പിയാക്കന്മാരുടെ പേരെടുത്തുകൊണ്ട് തന്നെ ചില സൂറത്തുകൾ ഇറങ്ങിയത്. അതുകൊണ്ട് ദുനിയാവിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ, ദുനിയാവിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ മനസ്സ് പൊട്ടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ആത്മഹത്യ ചെയ്യേണ്ടതില്ല. കടങ്ങൾ സംഭവിക്കാം, ദാരിദ്ര്യങ്ങൾ വരാം, കച്ചവടത്തിൽ ലാഭങ്ങളില്ലാതെ വരാം, ഉറ്റവരും ഉടയവരും മരിച്ചു പോകാം, ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. ഇവിടെയെല്ലാം അത്തരം അപകടം വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്കാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ പടച്ചത് അല്ലാഹുവാണ്. അവനാണ് ഹയാത്ത് നൽകുന്നവനും, അവനാണ് മരിപ്പിക്കുന്നവനും, അവനാണ് ആരോഗ്യം നൽകുന്നവനും, അവനാണ് എല്ലാം നൽകുന്നവനും. ഖൈറും ഷർറും മിനല്ലാഹി തആല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ആറാമത്തെ ഒരു ഭാഗമാണ്. അത് മുഅ്മിനിക്ക് വിശ്വസിച്ചേ പറ്റൂ. പ്രയാസങ്ങൾ വരാം. ദുനിയാവ് എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ദുനിയാ സിജ്നുൽ മുഅ്മിൻ. മുഅ്മിൻ യഥാർത്ഥ അള്ളാഹുവിനോടും അന്ത്യനാളിനോടും വിശ്വസിക്കുന്ന, സ്വർഗത്തോടും നരകത്തോടും വിശ്വസിക്കുന്ന, ബർസഖിയായ ലോകത്തോടും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് നരകമാണ്. ദുനിയാവ് നരകം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് അവൻ ഇസ്ലാം എന്ന നിയമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നത്. വസുജ്നുൽ കാഫിർ, അവിശ്വാസിക്ക് ജന്നത്തുൽ കാഫിർ, അവിശ്വാസിക്ക് സ്വർഗമാണ്, മുഅ്മിനിക്ക് ദുനിയാവ് നരകമാണ്. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യത്തിൽ വളരെ അത്ഭുതപ്പെടുകയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യവും ഖൈർ തന്നെയാണ്. അവനിക്ക് നല്ലതായി തോന്നുന്നതും അവനിക്ക് ഖൈറാണ്, അവനിക്ക് ഷർറായി തോന്നുന്നതും അതവനിക്ക് ഖൈറാണ്. അത് എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിക്കുന്നു. ഇന്ന അസ്വാബതുഹു സറാ ശകറാ, അവനിക്ക് നല്ല കാര്യം, സന്തോഷമുണ്ടാക്കുന്ന കാര്യം ലഭിച്ചാൽ റബ്ബിനിക്ക് അവൻ ശുക്ർ ചെയ്യുന്നു, അവൻ ഹംദ് പറയുന്നു. അസ്വാബതുഹു ളറാ സ്വബറ വകാന ഖൈറൻ ലഹു, അവനിക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവനിക്ക് വേദന ഉണ്ടാക്കുന്ന, അവനിക്ക് ദുഃഖമുണ്ടാക്കുന്ന, അവനിക്ക് നഷ്ടമുണ്ടാക്കുന്ന, അവനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം അവനിക്ക് വരുമ്പോൾ സ്വബർ, അവൻ ക്ഷമിക്കുന്നു. എല്ലാം അല്ലാഹു തന്നതാണ്, അവൻ്റെ ഖദറിലുണ്ടായതാണ്, അവൻ തന്നതാണ് എന്ന നിലയ്ക്ക് അവൻ സബർ എടുത്തിരിക്കുമ്പോൾ
അല്ലാഹു തആല അവനിക്ക് ആ സബറിനിക്ക് പ്രതിഫലം നൽകുന്നു. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അതവനിക്ക് ഖൈറാകുന്നു. അപ്പോൾ നല്ലത് എത്തിയാലും അവനിക്ക് കൂലിയുണ്ട്, അവനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം എത്തിയാലും സബർ ചെയ്താൽ അവനിക്ക് കൂലിയുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നടന്നു പോവുകയാണ്. ഒരു ഖബറിൻ്റെ അടുത്ത് ഒരു ഉമ്മ പൊട്ടിക്കരയുകയാണ്. സാധാരണ കരച്ചിലല്ല, പൊട്ടി പൊട്ടി തേങ്ങിക്കരയുകയാണ് ഒരു ഖബറിനെ പിടിച്ചുകൊണ്ട്. ആ ഉമ്മയോട് പറഞ്ഞു നബി തങ്ങൾ, ഓ ഉമ്മ നീ കരയല്ല, ഓ ഉമ്മ നീ കരയല്ല, സബ്റെടുത്തോ എന്ന് പറയുമ്പോൾ ആ ഉമ്മക്ക് ഇത് പറഞ്ഞത് നബിയാണെന്നറിയില്ല. ആ ഉമ്മ പറഞ്ഞു, ഓ മനുഷ്യ, ഇത് എൻ്റെ മകളാണ്, എൻ്റെ ഏക മകളാണ് മരണപ്പെട്ടു പോയത്. അതിൻ്റെ വിഷമം എനിക്കല്ലേ അറിയുക, അതിൻ്റെ ദുഃഖം എനിക്കല്ലേ അറിയുക, നിങ്ങളൊന്ന് പോയിക്കോളൂ എന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആരോ വന്ന് ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, നീ ആരോടാ സംസാരിച്ചത്? മുഹമ്മദ് നബിയാണത്, റസൂലാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകനാണോ നീ സംസാരിച്ചത്? ആ ഉമ്മാക്കറിയാതെ സംസാരിച്ചു പോയി, അത് നബിയാണെന്നറിയാതെ സംസാരിച്ചു പോയി. ആ ഉടനെ തന്നെ ആ ഉമ്മ നബിൻ്റെ വീട്ടിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് പോയി അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, എനിക്ക് റസൂലാണെന്നറിയാതെ പറഞ്ഞു പോയതാണ്, എനിക്ക് മാപ്പ് ചെയ്യണമെന്ന് കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയോട് അവിടുന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്, അസ്സബ്റു ഇൻദ സുദമത്തിൽ ഊലാ, ക്ഷമിക്കേണ്ടത് ആദ്യഘട്ടത്തിലാണ്. എല്ലാം കരഞ്ഞു കരഞ്ഞു അവസാനം ക്ഷമിച്ച കാര്യമില്ല. പ്രയാസം വരുന്ന സമയത്ത് തന്നെ, മുസീബത്ത് വരുന്ന സമയത്ത് തന്നെ അപ്പോഴാണ് ക്ഷമിക്കേണ്ടത്. പിന്നെ എല്ലാം വിപ്രാളം കൊണ്ട് എല്ലാം പൊളിച്ച് നശിപ്പിച്ച് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ തീ കൊളുത്തി ഇതെല്ലാം വന്നതിൻ്റെ ശേഷം ക്ഷമിച്ച കാര്യമില്ല. പ്രയാസം ആദ്യം സംഭവിക്കുമ്പോഴാണ് ക്ഷമിക്കേണ്ടതെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ക്ഷമ ഉള്ളവരാകണം, പരലോകത്തിനെ വിശ്വസിക്കുന്നവരാകണം, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വിഭാഗം അർശിൻ്റെ തണൽ ലഭിക്കുന്നവരെ പറയുകയാണ്. നാളെ മഹ്ശറയിൽ അവിടെ ബിൽഡിംഗ് ഇല്ല, അവിടെ മരങ്ങളില്ല, അവിടെ ഒരു തണൽ ലഭിക്കാൻ ഒരു സംവിധാനങ്ങളുമില്ല. മഹ്ശറയാണ്. സൂര്യൻ ഒരു ചാണ് മുകളിലെ കയ്യെത്താ ദൂരത്ത് ഉദിക്കുന്ന ആ മഹ്ശറയിൽ ഒരുപാട് വർഷം നിൽക്കേണ്ടതുണ്ട്. അവിടുത്തെ ഒരു വർഷം, അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 500 വർഷത്തിനൊക്കെ സമാനമായ അങ്ങനത്തെ എത്രയോ വർഷങ്ങൾ അവിടെ ഹിസാബിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ അല്ലാഹു തആല അർശിൻ്റെ തണല്, ആ ചൂടിനെ സഹിക്കാൻ അർശിൻ്റെ തണല് നൽകുന്ന 7 വിഭാഗക്കാരെ എണ്ണുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഈ ഹദീസുകൾ പലതവണ കേട്ടിട്ടുണ്ടാകാം. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണെന്ന നിലക്ക് നിങ്ങളോട് പറയുന്നു. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം, അവിടെ ഒരൊറ്റ തണലുമില്ല, ഒരൊറ്റ ബിൽഡിങ്ങുമില്ല, ഒരൊറ്റ എസിയുമില്ല, ഒരൊറ്റ ടണ്ടുമില്ലാത്ത ഒരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു തആല അവർക്ക് പ്രത്യേകം അർശിൻ്റെ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം. ഒന്ന് ആരാണ്? അൽ ഇമാമുൽ ആദിലു, നീതിമാനായ ഭരണാധികാരി. അത് പള്ളിൻ്റെ പ്രസിഡൻ്റാകാം, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റാകാം, അല്ലെങ്കിൽ നാട്ടിൻ്റെ കാളിയാകാം, അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന രാജാക്കന്മാരാകാം. ആരുമാകട്ടെ, നീതി പുലർത്തുന്ന ഭരണാധികാരി. പണക്കാരനിക്ക് ഒരു വിധി, പാവപ്പെട്ടവനിക്ക് ഒരു വിധി, കുടുംബക്കാരനിക്ക് ഒരു വിധി, ഇങ്ങനെ
അങ്ങനെ വ്യത്യസ്തപ്പെടുത്താതെ നീതിമാനായ ഭരണാധികാരിയാണ് ആരാണോ അവനിക്ക് അർശിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. രണ്ടാമത്തവൻ ആര്? റബ്ബിൻ്റെ ഇബാദത്തിലായി ജീവിച്ച യുവാക്കള്. സുബ്ഹാനല്ലാഹ്, യുവാക്കൾ വഴി തെറ്റിപ്പോകുന്ന കാലമാണ്. കഞ്ചാവിൻ്റെയും MDMൻ്റെയും മയക്കുമരുന്നിൻ്റെയും സിനിമയുടെയും സ്പോർട്സിൻ്റെയും മൊബൈലിക്കും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളരുന്നതായ ചെറുപ്പക്കാരൻ അവൻ പള്ളിക്ക് പോകുന്നു, സ്വലാത്തിന് പോകുന്നു, അവൻ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സിയാറത്ത് ചെയ്യുന്നു, ഇങ്ങനെ നല്ലതുമായി ബന്ധപ്പെട്ടവ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ, അവനിക്ക് ആ യുവാക്കൾക്കും അർശിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. മൂന്നാമത് ആരാണ്? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ്. ദുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ ജമാഅത്തിന് പോകുന്നു, അസ്ർ ബാങ്ക് കൊടുക്കുമ്പോൾ ജമാഅത്തിന് പോകുന്നു, അത് മഗ്‌രിബിന് ജമാഅത്തിന് പോകുന്നു, ഇശാക്ക് പോകുന്നു, സുബ്ഹി ബാങ്ക് മഴ വരുന്ന സമയത്തും ഭയങ്കര ഇരുട്ടുള്ള സമയത്തും അവൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് പള്ളിയിൽ നിന്ന് മുക്രിക്ക ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അവൻ പള്ളിയിലേക്ക് റബ്ബിനിക്ക് ഇജാബത്ത് നൽകിക്കൊണ്ട് പോകുന്നവനില്ലേ, അവനിക്കും അർശിൻ്റെ തണൽ നൽകപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ്. ഇന്ന് തന്നെ രാവിലെ ഒരു മെസ്സേജ് ഞാൻ നോക്കി. എന്താണ്? ആരോ ഒന്ന് എഴുതി വിട്ടതാണ്, മോനെ നീ പള്ളിക്ക് പോകുന്നില്ലെങ്കിൽ നിന്നെ എല്ലാവരും കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നാൾ വരാനുണ്ട്. ആ മെസ്സേജ് എഴുതിയത് ഒരു സാധാരണക്കാരനാണ്, പക്ഷേ കൽബ് പൊട്ടുന്ന മെസ്സേജാണ്. മോനെ, നിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉറക്കിക്കൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നാള്, നീ മരിക്കുന്ന ദിവസം, അതിൻ്റെ മുമ്പായി നീ പള്ളിയിലേക്ക് പോകണമെന്നാണ്. അങ്ങനത്തെ ആളുകൾക്ക് അർശിൻ്റെ തണൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധമുള്ള ആളുകൾ അവനിക്ക് അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നാലാമത്തവൻ ആരാണ്? വറജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖാ അലൈഹി, രണ്ടാളുകൾ പരസ്പരം സ്നേഹിക്കുന്നത് അല്ലാഹുവിൻ്റെ കാര്യത്തിലാ, ദീനിൻ്റെ കാര്യത്തിലാ. അതിൽ കൂടി അവർ ഒരുമിച്ച് കൂടുന്നു, സംഘടന ഒരുമിച്ച് കൂടുന്നു, അതിലായി അവർ വിട്ടുപിരിയുന്നു. സുബ്ഹാനല്ലാഹ്, ദീനിയായ കാര്യം ചർച്ച ചെയ്യാനാണ്, ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നത്. അവർ സമ്പത്തിൻ്റെ പേരിലോ രാഷ്ട്രീയ ലാഭത്തിൻ്റെ പേരിലോ കുത്തുത്തിരിപ്പിൻ്റെ പേരിലോ വഞ്ചനയുടെ പേരിലോ അല്ലെങ്കിൽ അനാചാരത്തിൻ്റെ പേരിലോ അല്ല അവർ ഒരുമിച്ച് കൂടിയത്. മറിച്ച് അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടവർ പരസ്പരം സ്നേഹിക്കുന്നു. ഞങ്ങൾ ശംസുൽ ഉലമയെ, താജുൽ ഉലമയെ, താജുശ്ശരിയെ, നൂറുൽ ഉലമയെ, ഷെയ്ഖ് ജീലാനി തങ്ങളെ, നെക്കിത്തടുക്കുപ്പാപ്പ ഇവർക്കെയും സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. അവർ പരിസരത്ത് ഒരുമിച്ച് കൂടുന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് വിട്ടുപിരിയുന്നതും അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. ഇവനിക്കും അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അഞ്ചാമത് ഒരു കാര്യമാരാണ്? വറജുലുൻ തലബതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, ഒരു ഭംഗിയുള്ള, ഒരു സ്റ്റൈലുള്ള, നല്ല ചുരുക്കുള്ള ഒരു യുവതി, നല്ല ഒരു സ്ത്രീ. ആ സ്ത്രീ ഒരു പുരുഷനോട് ആവശ്യപ്പെടുകയാണ് വ്യഭിചാരത്തിന് വേണ്ടി, സംസാരിക്കാൻ വേണ്ടി, അനാചാരത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ആ ഈമാനുള്ള ചെറുപ്പക്കാരൻ, തഖ്വയുള്ള ചെറുപ്പക്കാരൻ, ഇഖ്ലാസുള്ള ചെറുപ്പക്കാരൻ പറയുന്ന വാക്കാണ് ഫഖാല ഇന്നി യഖാഫുല്ലാഹ്. പെണ്ണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, ഇവൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അനാചാരത്തിന് എല്ലാ സുഖ സൗകര്യങ്ങൾക്കുമുള്ള സാഹചര്യമുണ്ടായപ്പോൾ അവൻ പറയുന്നു ഇന്നി യഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. പെണ്ണേ, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. നിന്നോട് സംസാരിക്കാൻ, നീയുമായി ബന്ധപ്പെടാൻ, നീയുമായി
അവനുമായി അനാചാരത്തിൽ സമ്പർക്കമുണ്ടാക്കാൻ ഞാനില്ല, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് മാറി നിന്നവനിക്ക് അർശിൻ്റെ തണൽ നൽകപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആറാമത്തവർ ആളാരാണ്? വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു വ്യക്തിയാണ്, അദ്ദേഹം രഹസ്യമായി സ്വതക്ക കൊടുത്തു. ഏതുവരെ അവൻ്റെ വലത്തെ കൈ കൊടുത്തത് ഇടത്ത കൈ അറിയില്ല. അങ്ങനെ രഹസ്യമായി കൊടുത്ത ആളുണ്ടല്ലോ, അത് ഭയങ്കര പ്രയാസം തന്നെയാണ്. വളരെ ചുരുക്കം വ്യക്തികൾക്കേ അത് സാധിക്കുള്ളൂ. ഈമാനുള്ളവർക്കേ, തഖ്വയുള്ളവർക്കേ, ഇഖ്ലാസുള്ളവർക്കേ, ഈമാനിൽ മനക്കരുത്തുള്ളവർക്ക്, അല്ലാഹുവിൻ്റെ ചിന്ത ഉള്ളവർക്കേ അത്തരം സ്വതക്ക ചെയ്യാൻ സാധിക്കുള്ളൂ. സഹോദരന്മാരെ, എത്ര ആളുകളാണ് സ്വതക്ക ചെയ്യുന്നത്? മൈക്കിൽ പേര് പറയാൻ, അല്ലെങ്കിൽ വാട്സപ്പിൽ വരാൻ, അല്ലെങ്കിൽ പേപ്പറിൽ വരാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ വരാൻ, അല്ലെങ്കിൽ ശാലാണിക്കാൻ എന്ന ചിന്തയോടുകൂടെ സ്വതക്ക ചെയ്യുന്നവർ സ്വതക്ക കൊടുക്കുന്നത് നല്ലതിനേക്കാകാം. പക്ഷേ നീയത്ത് അവൻ്റെത് അല്ലാഹുവിനെന്നുള്ളതല്ല, അവൻ രഹസ്യമായി കൊടുക്കലാണ് വേണ്ടത്. സക്കാത്താണെങ്കിലോ അത് ഫർളായ കാര്യമായതുകൊണ്ട് അത് പരസ്യമായി തന്നെ കൊടുക്കണം. അതേ സമയത്ത് സ്വതക്കയാണെങ്കിൽ രഹസ്യമായി ഏതുവരെ അവൻ്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ വരെ അറിയാൻ പാടില്ല. അത്തരക്കും രഹസ്യമായി കൊടുക്കുന്ന സ്വതക്ക ചെയ്യുന്നവനേക്ക് അർശിൻ്റെ തണൽ നൽകപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഏഴാമത്തെ ഒരു വ്യക്തിയാരാണ്? ഞാൻ വളരെ ഷോർട്ടായി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ഒരു വ്യക്തിയാണ്, അദ്ദേഹം ആരുമില്ലാത്ത സമയത്ത് പള്ളിയിൽ ഒറ്റക്കായി, അല്ലെങ്കിൽ റൂമിൽ ഒറ്റക്കായി, അല്ലെങ്കിൽ പാതിരാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അവൻ ദ്വാരന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വലിക്കുകയാണ്. ആ കണ്ണുനീര് നരകത്തിൽ കടക്കൂല, നരകത്തിൻ്റെ വാസന അടിക്കൂല, നരകവുമായി സ്പർശിക്കൂല, നരകം കണ്ടുമുട്ടൂല. അങ്ങനത്തതായ കണ്ണുനീര് ഒലിപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്കും അർശിൻ്റെ തണൽ നൽകപ്പെടുമെന്ന് സയ്യിദുനാ വഹബീബുനാ വശഫീഉനാ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മളെയും പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇലാ ഹളറത്ത് സയ്യിദനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. وإلى حضرة الصحابة البدريين رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سلطان الهند خواجة معين الدين الجسر الأجميري قدس الله تعالى سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة ولي الله نكترك وبابا قدس الله تعالى سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അസ്മാഉൽ ഹുസ്ന പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിത്തു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹക്കമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അദീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശുക്കൂറു യാ അല്ലാഹ് യാ അലിയ്യു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ അസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹക്കീമു യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖ് യാ അല്ലാഹ് യാ വക്കീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹയ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫുവ്വു യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ മാലിക്കുൽ മുൽക്ക് യാ അല്ലാഹ് യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിത് യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയ്യു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ ളാറു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ ബാരിസു യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. അർഹമുർ റഹീമീനായ അല്ലാഹ് ഇഹുൽ മദീനയിലൂടെ മെസ്സേജ് അയച്ചവർ
ഓരോരുത്തരുടെയും പേരിനെയും അഡ്രസ്സുകളെയും നീ അറിയുന്നവനാണ് അല്ലാഹ്. ആണ് പെണ്ണുങ്ങൾ എല്ലാവരുടെ ഉദ്ദേശം നീ മനസ്സിലാക്കണമല്ല. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളെ ശിഫിയാക്കണമല്ല. നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങളുടെ രോഗം നീ ശിഫിയാക്കണമല്ല. നമ്മുടെ റിഹുൽ മദീന മജ്ലിസ്ക്ക് നീ ഉത്തരം ചെയ്യണമല്ല. നമ്മുടെ ദുആക്ക് നീ ഉത്തരം ചെയ്യണമല്ല, ഖബൂലാക്കണമല്ല. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് ഖൈറായ സന്താനം ധാരാളം നീ നൽകണമല്ല. നമ്മുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണമല്ലാ. നാരിയത്ത് സ്വലാത്ത് പറയുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. دعاء الكرب പറയുക. لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم
ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. അല്ലാഹുവേ, ദുആഉൽ ഖർബിൻ്റെ ബർക്കത്ത് കൊണ്ട്, അസ്റാർ കൊണ്ട്, ആരിയത്ത് സ്വലാത്തിൻ്റെ അസ്റാർ കൊണ്ട് നമ്മുടെ ദുആക്ക് നീ ഉത്തരം നൽകണമല്ലാ. ഖൈറായ മക്കളെ നീ നൽകണമല്ലാ. നമ്മുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണമല്ലാ. സന്താന സൗഭാഗ്യം നൽകണമല്ലാ. രോഗങ്ങളെ നീ ശിഫിയാക്കണമല്ലാ. റിയുൽ മദീനയിലൂടെ ദ്വാരക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തവരുടെ മുറാദ് നീ ഹാസിലാക്കണമല്ലാ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണമല്ലാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صلى الله على محمد صلى الله عليه 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 وسلم. صلى الله على محمد والآل كلهم 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 وسلم. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീന മുനവ്വറയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ഈമാൻ ഇഖ്ലാസ് മുജിസാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇസ്സത്ത് ഹിമ്മത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, അളുമത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഖൈറായ മക്കളെ നീ നൽകണമല്ലാ. നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കണമല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ല. അപകട മുസീബത്തിൽ നിന്ന് നീ സലാമത്താക്കണമല്ല. യാ ലത്തീഫ് പറയുക 33. യാ ഹയ്യു യാ ഖയ്യൂം 33 പറയുക. യാ ലത്തീഫ് 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 يا لطيف 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 يا لطيف
يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا لطيف يا حي يا قيوم 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഇൻഷാ അല്ലാഹ് അത് വരക്കാൻ വേണ്ടി പേഴ്സണലായി ഒരുപാട് ആളുകൾ വസിയത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മജ്ലിസിൽ മെസ്സേജ് അയച്ചവരുണ്ട്. എല്ലാം അല്ലാഹു തആല അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. എന്ത് പ്രയാസങ്ങളാണോ എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഞങ്ങൾ പറഞ്ഞ ദിക്റിൻ്റെ അസ്റാറ് കൊണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും നിയമത്തും നീട്ടിക്കൊടുക്കണമല്ലാ. റിയഹുൽ മദീന സപ്പോർട്ട് ചെയ്യുന്നവർ, ഷെയർ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകണമല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയതായ ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, ഖുർആനുകൾ എല്ലാം നീ കബൂലാക്കണമല്ലാ. സ്വലാത്ത് നീ കബൂലാക്കണമല്ലാ. നമ്മുടെ രോഗങ്ങളെ ശിഫിയാക്കണമല്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ സൈഡ് എഫക്റ്റ്, സ്ട്രോക്ക് പോലത്തെ രോഗങ്ങൾ, എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണമല്ല. നീ ശിഫ നൽകണമല്ല. റഹ്മാനായ അള്ളാഹ്, മുസീബത്തിനെ തൊട്ട് നീ തട്ടി ദൂരത്താക്കണമല്ല. ആഫാത്ത് മുസീബത്തിനെ തൊട്ട് നീ കാക്കണമല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ല. വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, ടെൻഷനുകൾ അനുഭവിക്കുന്നവർ, മനസ്സിന് സമാധാനമില്ലാതെ ഉറക്കം വരാത്തവർ അല്ലാഹ്, എല്ലാ വിഷമങ്ങളെയും നീക്കി സന്തോഷം, റാഹത്തും ഐശ്വര്യവും മനസ്സമാധാനവും നീ നൽകണമല്ലാഹ്. ഒരുപാട് പൈസ കൊടുത്ത് കച്ചവടത്തിലിട്ട് അത് തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. ഉറക്കം വരാതെ ദുഃഖിക്കുന്നവരുണ്ട് അല്ലാഹ്. ആ പൈസയെ നീ തിരിച്ചു നൽകണമല്ലാഹ്. കടമുള്ളവരുണ്ട്, കടം വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണമല്ലാഹ്. നമ്മുടെ നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണമല്ലാഹ്. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദ്മാർക്കും റിയഹുൽ മദീന കാണുന്നവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നീ പ്രദാനം ചെയ്യണമല്ലാഹ്. ഇരു വീട്ടിലും സലാമത്തിൻ്റെ കാര്യങ്ങൾ നീ പെടുത്തണമല്ലാഹ്. മരിക്കുന്ന സന്ദർഭത്തിൽ തൗബയോടുകൂടെ ഇബാദത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട്
മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണമല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ولا بكماله كشف الدجى بجماله أسنت جميع خصاله صلوا عليه وآله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الواسية. السلام عليكم.